ഇന്നലെ രാത്രി കോളൊന്നും കിട്ടില്ലെന്നാ തോന്നുന്നേ. മുഖത്ത് ഒരു ക്ഷീണവും ഇല്ല. പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. ആകെ ചളവായി. കണ്ടോ സാറേ? ഇത്തിരി. എന്ത് കണ്ടോന്ന്? പനങ്കുല പോലുള്ള മുടി. ഈശ്വര, ഇതാണോ ഞാൻ കണ്ടെത്തുന്ന പണിക്കര് പറഞ്ഞ പെൺകുട്ടി? क्या नजारा है, क्या माल है यार. തൊലി വെളുപ്പ് മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സ് പോരാ. ടീച്ചേഴ്സ് അല്ലടാ, ടീച്ചേഴ്സ്. जैसे हिलती है वैसे मत हिला कर लगे मुझे. കമലക്കുട്ടിയെ സുഖാണോ? ആകിട്ടൊന്നും കാണില്ലല്ലോ. കറ വെറ്റിയില്ലേ? ഒന്ന് ചവിട്ടിക്കായിരുന്നു. ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമുണ്ട്. കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? ഹറാമിന്റെ നോട്ടം നോക്കുന്ന ഇങ്ങനെ വല്ലതും കണ്ട അസ്തഗ്ഫിറുല്ലാഹ് അങ്ങോട്ട് പറയാം. എന്താ പറയാ? अस्तगफिरुल्लाह. अस्तगफिरुल्लाह. എവിടെ? എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. ആ നോട്ടം വേണ്ട. എന്താ? അല്ല, പോയിന്റ്സ് ഞാൻ നേരെ വായിച്ചില്ല. താനേ ബുക്കിലുള്ളത് വായിച്ചാ മതി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരமான ആള്. അതെങ്ങനെയാ? കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. മുഖം അത്ര പോരം തോന്നുമല്ലേ? അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയേ. കൺഗ്രാചുലേഷൻസ് കിട്ടാത്ത കുറവേ ഉള്ളൂ. അവിടെ എവിടെ എത്താത്ത 1.5 മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നീളം ഇറങ്ങിക്കോളും. നിന്നെയൊക്കെ കണ്ട ആർക്കാടി ഇളകാത്തത്? പിന്നെ സ്ത്രീപീഡനൊന്നും ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാഗ്രഹോട്ട് ഇറങ്ങിക്കോളും. നേരെ ചെവേ തുണി കൊടുത്ത് നടക്കുക, ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും. എന്താ സാർ? പഞ്ചാര എണ്ണയും കുറെ പോവും. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും. എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി.